നമ്മളിന്നൊരു MG കോമറ്റ് ടെസ്റ്റ് ഡ്രൈവ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടി നമുക്ക് നോക്കാം. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ടെസ്റ്റ് ഡ്രൈവ് വിളിച്ചേക്കുന്നത്. അങ്ങനെയാണ് കിട്ടാറ്. ഇത് ജസ്റ്റ് അൺലോക്ക് ആക്കണമെങ്കിൽ കീ നമ്മുടെ കയ്യിൽ വേണം. ഇതാണ് കീ. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വലിയ എഡിറ്റൊന്നും ചെയ്യാതെ റിയലായിട്ടുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, വണ്ടി അൺലോക്കായി. വണ്ടി കയറുമ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിനി ജസ്റ്റ് ആ പെഡൽ കണ്ടില്ലേ, ബ്രേക്കിലൊന്ന് കാല് വെച്ച് കഴിഞ്ഞാൽ വണ്ടി റെഡി ടു മൂവ് ആവും. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഞങ്ങൾ റിയലായിട്ടുള്ള വീഡിയോയിൽ കാണിക്കുക. വലിയ എഡിറ്റിങ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം വണ്ടിയിൽ അഴുക്കുണ്ട്, കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരു വണ്ടി എങ്ങനെ കാണണോ അത് തന്നെയാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, മീറ്റർ കൺസോൾ കണ്ടല്ലോ, 43% ചാർജ് ആവുള്ളത്, 88 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. മറന്ന് ഓടി വന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു 10 കിലോമീറ്റർ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇതാ കണ്ടില്ലേ, ഒരു കപ്പ് ഹോൾഡറും അവിടെ തന്നെ ഒരു AC വെൻ്റും ഉണ്ട്. അപ്പം ചില ആൾക്കാർക്ക് ഇത് വളരെ ഉപയോഗമായിരിക്കും. എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ ഗ്ലാസ്സിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാം. പിന്നെ ഇതാ കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഗിയർ നോബ് എന്ന് പറയുന്നത്. ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, ആ 3 ഉള്ളത്. പിന്നെ ഈ ഡോറൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഹെവിയാണ്. അപ്പോൾ അനിയനൊക്കെ കയറിയ പാടെ വണ്ടിയിൽ നിന്ന് ഫോട്ടോ എടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. വണ്ടിയിലെ സീറ്റ് കണ്ടില്ലേ, ഇത് കമ്പനി സീറ്റാണ്. അത്യാവശ്യം അഴുക്ക് പറ്റാറുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയായിട്ട് കറക്റ്റായിട്ട് അഴുക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താലും അതിൽ അഴുക്ക് പറ്റും എന്നുള്ളൊരു സത്യം തന്നെയാണ്. അവൻ കയറിയുന്ന ഫോട്ടോ എടുപ്പൊക്കെ ഉണ്ട്. വണ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ അത് കണ്ടില്ലേ, ബ്രേക്കും ആക്സിലേറ്ററും ഉള്ളത്. ഓട്ടോമാറ്റിക് വണ്ടി എനിക്ക് ഓടിച്ചത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും വണ്ടി നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന കണക്കല്ല. ഡോറ് തന്നെ, ഡോറ് നല്ല അത്യാവശ്യം ലെങ്ത് ഉണ്ട്. നമ്മുടെ ഫ്രണ്ട് സീറ്റ് കഴിഞ്ഞും ബാക്കിലോട്ടാണ് ഡോർ ഇരിക്കുന്നത്. അത് കോ ഡ്രൈവർക്ക് സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം കഴുത്തിൽ നല്ലോണം ടൈറ്റ് ആവും. പക്ഷേ ബാക്കിൽ സ്പേസിൻ്റെ കാര്യത്തിൽ എൻ്റെ ആൾട്ടോയെക്കാളും സ്പേസ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഒരു ഡൗട്ടായിരുന്നു എല്ലാവർക്കും, കയറ്റം കയറുമോ. ഇത് അത്യാവശ്യം നല്ല കയറ്റമാണ്. നമ്മുടെ സ്വിഫ്റ്റൊക്കെ ഒരു തവണ വന്ന് ഫ്രണ്ട് ഇടിച്ചിട്ടുള്ള ഒരു കയറ്റമാണ്. പക്ഷേ ഇത് ഇടിക്കുകയൊന്നും ചെയ്തില്ല, നല്ലോണം കയറിപ്പോയി. ഇക്കോമഡി തന്നെയാണ് കയറിയത്. സ്പോർട്ട് മോഡ് ഇടേണ്ടി വന്നില്ല. ഞാൻ അത്യാവശ്യം റോഡും കയറ്റമുള്ള റോഡൊക്കെ ഓടിച്ചു നോക്കി, അതൊന്നും വലിയ പ്രശ്നം തോന്നിയില്ല. പിന്നെ നമുക്ക് കണ്ടില്ലേ, എത്ര ചെറിയ സ്ഥലത്തൂടെയും ഒരു കാറ് പോകുന്ന വഴിയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് പോയിരിക്കും. അങ്ങനെ നമ്മൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞു, സാറ്റിസ്ഫൈഡായി, വണ്ടി ബുക്ക് ചെയ്തു. ബാക്കിയുള്ള വീഡിയോസ് പിന്നാലെ ഉണ്ടാവും. ബാക്കിയുള്ള ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.